ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലമാണ്. അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മീനം രാശിക്കാർക്ക് 2025 വളരെയധികം നേട്ടങ്ങൾ ചില കാര്യങ്ങൾക്ക് ഉണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും നേട്ടമുണ്ടാകും എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യവും അല്ല. അതായത് മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് 2025 മാർച്ചിന് ശേഷം ജന്മത്തിലേക്ക് 7.5 ശനി വരും. അപ്പോൾ പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾ സൂചകമാണ്. ജന്മത്തിലേക്കാണ് വരുന്നത്. 7.5 ശനി കാലവുമാണ്. ഇപ്പോൾ തന്നെ മീനം രാശിക്കാർ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും താപങ്ങളും വ്യയങ്ങളും കഠിനമായ പ്രയത്നവും ഒക്കെ വിഫലമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പരിധിവരെ കുറച്ചുകൂടി കാഠിന്യം വർദ്ധിക്കുന്നതിനുള്ള സൂചനയുണ്ട്. എന്നിരുന്നാലും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ജാഗ്രതയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി കൂടി നമുക്ക് ദോഷങ്ങൾ ഇല്ലാതെ ക്ലേശങ്ങളില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാന കാര്യം ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. പഴകിയ ഭക്ഷണങ്ങളും മറ്റ് ടിൻ ഫുഡുകളും അഭക്ഷ്യ വസ്തുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷിക്കുക വഴി അധിക രോഗാവസ്ഥകൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ജാഗ്രതയോടുകൂടി നല്ല രീതിയിൽ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി എടുക്കുകയും ഒക്കെ ചെയ്താൽ രോഗാവസ്ഥകളൊക്കെ മാറി ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും അതൊക്കെ മാറുന്നതിന് ഒരു പ്രധാന കാര്യമാണ് ഞാനീ പറഞ്ഞത്. മറ്റൊരു കാര്യം അലസതയാണ്. ഒരു കാര്യവും ചെയ്യുവാൻ താല്പര്യമില്ലാതെ ഒതുങ്ങിക്കൂടി കഴിയുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അത് വളരെ ശ്രദ്ധിക്കണം. അലസതയൊക്കെ വെടിഞ്ഞ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരുടെ കൂടി നല്ല സുഹൃത്തുക്കളുടെയോ ഗൃഹത്തിൽ ഉള്ളവരുടെയോ ഗുരുക്കന്മാരുടെയോ ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും കൊള്ളാം. മറ്റൊന്ന്, ഇത്രയും നാളും നല്ല ധൈര്യവും വീര്യവും ഒക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും ഒരല്പം ധൈര്യം കുറഞ്ഞു പോയോ പ്രവർത്തന രംഗത്ത്? അങ്ങനെയുള്ള ഒരു വർഷമാണ് 2020. അധിക ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്നതും ജലയാത്രകളുമൊക്കെ ഒഴിവാക്കുക. മറ്റൊരു കാര്യം 4-ാം ഇടം. അത് വീടിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. വീട്ടിൽ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഉണ്ടാകാതെ നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, കൂട്ടിക്കുത്തരുത്. ഒരു കൂട്ടിൽ തന്നെ കാളകൾ തമ്മിൽ കുത്തിയാൽ ആർക്കാണ് ദോഷം വരിക? ആ കൂട്ടിൽ തന്നെയാണ് ദോഷം വരിക. അതുകൊണ്ട് കുടുംബത്ത് വഴക്കുണ്ടാകാൻ വളരെ ശ്രദ്ധിക്കുക. അത് ദമ്പതികളായിട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ബാധകം. 2025 അങ്ങോട്ട് ആരംഭിച്ചു കഴിയുമ്പോൾ ആദ്യം കുറച്ച് ദിവസത്തേക്ക് എങ്കിലും ശനിയും രാഹുവും കൂടി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് വളരെ ദോഷമുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ടും ശ്രേയസ്സിനും യശസ്സിനും ഹാനി സംഭവിക്കുക, അപമാനങ്ങൾ ഉണ്ടാകുക. അത് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക. ഇന്നലെ വരെ ഒരു നേരം പോലും പിരിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ദമ്പതികളായിരിക്കാം. പക്ഷേ പെട്ടെന്ന് അടിച്ചു പിരിഞ്ഞു എന്ന് കേൾക്കാൻ ഇടവരരുത്. ആ രീതിയിൽ വളരെ ശ്രദ്ധയും
ക്ഷമയും ഒക്കെ ആവശ്യമാണ്. അല്ലാത്ത പക്ഷം കുടുംബജീവിതമൊക്കെ തകർന്നു പോകുവാൻ സൂചനയുണ്ട്. 2025 സപ്തമഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുകയും അപ്പോൾ പൂർണ്ണദൃഷ്ടി രാശിയിലേക്ക് വരുന്ന ശനി ദൃഷ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഒരു വർഷം 2025 ജന്മത്തിൽ അവിടെ മീനം രാശിയിലാണല്ലോ ശനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. മറ്റൊരു കാര്യം തൊഴിൽ സ്ഥാനമാണ്. തൊഴിൽ സ്ഥാനത്തേക്ക് ജന്മത്തിൽ എപ്പോൾ ശനി നിന്നാലും ദോഷം കൂടുതൽ വരുവാൻ കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങളും അലസതയും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ തൊഴിൽപരമായ പ്രശ്നങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാകും. തൊഴിൽ സ്ഥാനത്തേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നു, പൂർണ്ണമായ ദൃഷ്ടി. അപ്പോൾ മറ്റ് ചില പാപഗ്രഹങ്ങളുടെയും അനിഷ്ടസ്ഥാനത്തിൻ്റെ അധിപന്മാരുടെയും ഒക്കെ കടന്നുവരവും കൂടിയാകുമ്പോൾ തൊഴിൽ സ്ഥലത്ത് ശത്രുക്കൾ വർദ്ധിക്കുകയും അതുപോലെ തൊഴിൽപരമായി തടസ്സങ്ങൾ ഉണ്ടാകും. സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതേ ബിസിനസ് തൊട്ടപ്പുറത്ത് ആരംഭിച്ചു, അവർ വില കുറച്ചു കൊടുത്തു, അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ കൂടുതൽ കാൻവാസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബിസിനസ് തകിടം മറിഞ്ഞു. ബിസിനസ് നല്ല രീതിയിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ലോണൊക്കെ എടുത്ത് വീട് പുതുക്കി പണിയുകയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് തകിടം മറിയുവാൻ അതൊരു സൂചനയാണ്. അതുകൊണ്ട് അധിക ബാധ്യതകളും കടങ്ങളും ഒന്നും 2025 അല്ലെങ്കിൽ പിന്നീട് വരുന്ന 2 കൊല്ലത്തിലൊക്കെ വീടുമെന്ന് വിചാരിച്ച് കടം എടുക്കാതിരിക്കുക. ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും വളരെ ശ്രദ്ധിക്കണം. കേസുകളോ കാറുകളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളികളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ജീവിത പങ്കാളിക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റൊരാളിനും അത് ബാധിക്കുമല്ലോ. എടുത്തുചാട്ടമൊക്കെ വളരെ നിയന്ത്രിക്കണം. പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ, അതായത് നിയമജ്ഞന്മാരുമായിട്ടും നിയമപാലകന്മാരുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നതിന് സൂചനയുള്ളതിനാൽ ആ കാര്യത്തിലൊക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. ഭാഗ്യം ഒരു പരിധിവരെ തുണയായിട്ട് ഉണ്ടാകും. അതായത് മീനം രാശിയുടെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ധനസ്ഥാനത്തിന്റെ അധിപനാണ്. അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകാം. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വന്നത് മുഴുവൻ പാഴായിപ്പോയി എന്ന് പിന്നെ ഈ വർഷം അവസാനം ചിന്തിക്കാൻ ഇടവരാത്ത രീതിയിൽ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ഇളക്കം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ആകാവൂ. സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പരസ്പര സ്നേഹവും ബഹുമാനവും ഉറപ്പുവരുത്തുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. സംശയിക്കേണ്ട. പഠനകാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുവാനും ഉപരിപഠനത്തിൽ പോകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. സ്വന്തം നാട് വിട്ടുപോയി വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് പോകുവാനും സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ക്ഷമയും വിട്ടുവീഴ്ചയും ഉള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും. പ്രധാനമായിട്ട് ശനിപ്രതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. നീരാഞ്ജനം തെളിയിക്കുക, ഗണപതി ഹോമം വഴിപാട് ചെയ്യുക, ശാസ്താവിന് എള്ളുപായസം കഴിക്കുക, ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം വഴിപാട് ഒക്കെ ചെയ്യുക, നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക, അല്ലെ അയിലിൽ പൂജയിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ദോഷങ്ങൾ മാറി കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചെയ്യും. ദോഷങ്ങളൊക്കെ മാറും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഞാൻ ഈ പറഞ്ഞത് ഗോചരഫലങ്ങളാണ്. ജാതകാൽ കൂടി നല്ല സമയമാണ് എങ്കിൽ അധിക ദോഷങ്ങളൊന്നും സംഭവിക്കണമെന്നില്ല. അതിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ജ്യോതിഷ കാര്യങ്ങൾ, അത് ജാതകം നോക്കുന്നതിനൊക്കെ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്നുകൂടി പ്രത്യേകം അഭ്യർത്ഥിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.